പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ വ്യാജ വീഡിയോ പങ്കുവച്ചയാൾക്കെതിരെ വ്യാപക പ്രതിഷേധം. കൈപ്പാടി അൻസാരി എന്ന ആളാണ് വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചത്. ഇയാൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപക പ്രതിഷേധമുണ്ട്. പ്രതിഷേധം ശക്തമായതോടെ പോസ്റ്റ് പിൻവലിച്ചു. ഫേസ്ബുക്ക് അക്കൗണ്ടും അപ്രത്യക്ഷമായി. വിവരങ്ങൾ നൽകാൻ ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, നോക്കൂ, പ്രധാനമന്ത്രിയാണ് അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടെ ഒരു വ്യാജ വീഡിയോ നിർമ്മിക്കുന്നു. ആരാണ് ഈ പ്രതി? വ്യാപക പ്രതിഷേധമാണല്ലോ ഉയരുന്നത്. എങ്ങനെയാണ് പ്രതിഷേധം? അശ്വതി, അത് ഇന്നലെയാണ് ഈ കൈപ്പാടി അൻസാരി എന്ന് പറയുന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഈ രീതിയിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇയാൾ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. AI നിർമ്മിത ആ വീഡിയോ ആയിരുന്നു അത്. അതായത് മറ്റ് ലോക നേതാക്കൾക്കൊപ്പം പ്രധാനമന്ത്രി നിന്നുകൊണ്ട് വളരെ മോശകരമായിട്ട് അതിനെ ചിത്രീകരിക്കുന്ന രീതിയിലായിരുന്നു ആ വീഡിയോയുടെ ഉള്ളടക്കം ഉണ്ടായിരുന്നത്. എന്തായാലും ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് ഈ കൈപ്പാടി അൻസാരി എന്ന് പറയുന്ന ആൾക്കെതിരായിട്ട് വന്നിരിക്കുന്നത്. ഇയാൾ ആ വീഡിയോയിൽ പ്രധാനമന്ത്രിയെ മോശമാക്കി സംസാരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇയാൾക്കെതിരെ ഗോകുൽ ഒന്ന് തുടരൂ. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ചേരുന്നുണ്ട്. നമസ്തേ, ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ അനിൽ വിളയിൽ. നമ്മുടെ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുക എന്നൊരു ലക്ഷ്യത്തോടെ വ്യാജ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പങ്കുവയ്ക്കുകയാണ്. ഒരു ഗൂഢലക്ഷ്യം ഇതിൽ നിന്നും വ്യക്തമാണോ? നമ്മുടെ ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രിയെ മാത്രമല്ല, നമ്മുടെ രാഷ്ട്രത്തിനെ തന്നെ കളിയാക്കുകയാണ് ചെയ്തത്. കാരണം ഈ കേരളത്തിലെ ആവിഷ്കാര സ്വാതന്ത്ര്യവും ഭാരതത്തിലെ ആവിഷ്കാര സ്വാതന്ത്ര്യവും രണ്ടായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട അല്ലെ രാഷ്ട്രത്തിനെ സ്നേഹിക്കുന്നവരുമായി ബന്ധപ്പെട്ട ഏത് വാർത്തകളെയും വളച്ചൊടിക്കുകയും അശ്ലീലമാക്കുകയും ചെയ്യുക, AI സഹായത്തോടുകൂടി അവരുടെ മനസ്സിലുള്ള ആ വക്രബുദ്ധി ഈ ചിത്രങ്ങളിൽ പ്രതിഫലിപ്പിക്കുക തുടങ്ങിയ രീതിയിലാണ് ഇതൊക്കെ നടക്കുന്നത്. നമ്മൾ നോക്കൂ, വെറും നമ്മുടെ പ്രധാനമന്ത്രിയെ മാത്രമല്ല മോശമാക്കിയിരിക്കുന്നത്, ലോക രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ മറ്റ് ലോകരാഷ്ട്ര തലവന്മാരെ കൂടി മോശമാക്കുന്ന രീതിയിലാണ് ഈ വീഡിയോയും അല്ലെങ്കിൽ ഈ പോസ്റ്റും വിദേശ രാജ്യങ്ങളിൽ എത്തുകയാണെങ്കിൽ അവരെത്രമാത്രം മോശമായിട്ടായിരിക്കും ഭാരതത്തിനെ പറ്റി കരുതുക, ചിന്തിക്കുക. ഇത് മുളയിലേ നുള്ളാൻ സാധിക്കാത്ത ഭരണാധികാരികളാണ് കേരളത്തിലുള്ളത്. ഇപ്പൊ കാഫിർ ഷോട്ടിന്റെ പുറകെ നടക്കുന്ന ഈ കേരള പോലീസ് അതിനേക്കാൾ നിന്ദ്യവും നീചവുമായിട്ടുള്ള ഈ പോസ്റ്റിനെ പറ്റി അവർ സ്വന്തമായിട്ടൊരു കേസെടുത്ത് അന്വേഷിക്കുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുവോ? ഇല്ല, ചെയ്യത്തില്ല. കാരണം ഇതിന്റെ പിറവിൽ പ്രവർത്തിച്ച ജിഹാദി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലോട്ട് പോവുകയാണെങ്കിൽ ധാരാളം കാണാം. ഈ പോസ്റ്റ് തന്നെ ആയിരക്കണക്കിനാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ആ പോസ്റ്റ് ഉണ്ടാക്കിയ വ്യക്തിയുടെ മാനസികാവസ്ഥയുള്ള ആയിരക്കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട് എന്നാണ് ഇതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ കൂടി ഇവർക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? ഈ രാജ്യത്തെ എല്ലാവിധ സൗകര്യങ്ങളും അനുഭവിച്ചതുകൊണ്ട്, ഈ രാജ്യത്തെ എല്ലാവിധമായിട്ടുള്ള അവകാശങ്ങളും നേടിക്കൊണ്ട് ഈ രാജ്യത്തിനെ അപകീർത്തിപ്പെടുത്തുക, നിന്ദിക്കുക എന്ന് പറയുന്ന അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇവിടെ എന്തിനാണ് ഈ ബുദ്ധിമുട്ടും പ്രയാസവും സഹിച്ച് എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഇവർക്ക് വേറെ പ്രദേശങ്ങളിലൊക്കെ വേണമെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് പോയി താമസിക്കാമല്ലോ, ഒരു പ്രയാസവും ഇല്ലല്ലോ. ഈ രാജ്യത്ത് താമസിക്കുമ്പോൾ ഈ രാജ്യത്തിനോട് കൂറ് കാണിക്കണം, നന്ദി കാണിക്കണം, ഈ രാജ്യത്തിനെ ബഹുമാനിക്കണം. പ്രധാനമന്ത്രി BJP-ക്കാരെന്ന രീതിയിലല്ലല്ലോ നമ്മൾ കാണേണ്ടത്. രാഷ്ട്രത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ടൊരു വ്യക്തിയാണ്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, അല്ലാതെ BJP-യുടെ പ്രധാനമന്ത്രിയല്ല. ഈ പോസ്റ്റ് ഇട്ടവന്റെയും പ്രധാനമന്ത്രിയാണ്. അത്തരത്തിലുള്ള ഒരു വഷളത്തരം കാണിച്ചവനെതിരെ കൃത്യമായ നടപടി കേരള പോലീസ് സ്വമേധയാ എടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ആരും പരാതി കൊടുക്കാൻ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഷാഫി പറമ്പലിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദത്തിലുണ്ടായ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ, അതിനെപ്പറ്റി എന്തുമാത്രമാണ് വലിയ CBI അന്വേഷണം നടത്തുന്ന പോലാണ് ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തീർത്തും മൂളയിലെന്നുള്ള കേരളത്തിലെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ ഭാരതത്തിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുകയാണ്. സരസ്വതിയെ നഗ്നമായിട്ട് വരയ്ക്കാം, അതുപോലെ തന്നെ യോനി കവാടം പ്രദർശിപ്പിക്കാം, ശിവലിംഗത്തിലേക്ക് ആർത്തവരക്തം വീഴുന്നത് കാണിക്കാം, കുഴിമന്തി ശ്രീകൃഷ്ണന്റെ മുമ്പിൽ വെക്കുന്നത് ചിത്രീകരിക്കാം. ഇതൊന്നും പ്രശ്നമേ അല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായ നടപടി സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഇത്തരം മിടുക്കന്മാർക്ക് ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത്. ഇവരെയൊക്കെ ഈ മുക്കാലിൽ കെട്ടി ഇസ്ലാമിക നിയമപ്രകാരമുള്ള ചാട്ടവാറ് കൊണ്ട് അടിച്ചു പൊട്ടിക്കുക വേണ്ട പൊതുസമൂഹത്തിൽ നിർത്തിക്കൊണ്ട്. എന്നാൽ മാത്രമേ ഇവരൊക്കെ പഠിക്കത്തുള്ളൂ. തീർച്ചയായും അങ്ങയുടെ നിരീക്ഷണം വ്യക്തമാണ്, കൃത്യമാണ്. വളരെയധികം നന്ദി ശ്രീ അനിൽ വിളയിൽ ഈ വിഷയത്തിൽ ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിന്, നിലപാട് വ്യക്തമാക്കിയതിന്. ഇനി നേരെ നമുക്ക് നമ്മുടെ പ്രതിനിധി ഗോകുലുണ്ട്. ഗോകുൽ, അനിൽ വിളയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ്. പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ ഇത്തരത്തിലൊരു ശ്രമം നടക്കുമ്പോൾ പോലീസ് സ്വമേധയാ കേസെടുക്കേണ്ടതല്ലേ?
തീർച്ചയായിട്ടും അശ്വതി, ആ രീതിയിൽ തന്നെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷേ ഇതുവരെയും അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇത് സൈബറിടത്ത് മാത്രം വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നു. ഒപ്പം ഇങ്ങനെ പ്രതിഷേധം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ അയാൾ ആ പോസ്റ്റ് പിൻവലിക്കുവാനായിട്ട് നിർബന്ധിതനായിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ പ്രൊഫൈലിൽ അങ്ങനെ ഒരു പ്രൊഫൈൽ തന്നെ കാണാനില്ല. പ്രൊഫൈൽ തന്നെ ബ്ലോക്കായ സാഹചര്യത്തിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വ്യാപക പ്രതിഷേധം ഈ സൈബറിടത്ത് ഉണ്ടായി. പക്ഷെ അങ്ങനെയല്ല, കൃത്യമായിട്ട് ഇതിനെതിരെ നിയമ നടപടി തന്നെ ഉണ്ടാവേണ്ടതാണ്. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന രീതിയിലുള്ള തീർത്തും മോശകരമായി ചിത്രീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇയാൾ പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നിയമ നടപടി ഗൗരവപൂർണ്ണമായിട്ട് കൈക്കൊള്ളേണ്ട ഒരു വിഷയം കൂടിയിട്ടാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ രീതിയിൽ ദേശീയതയ്ക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നേതാക്കൾക്കെതിരെയൊക്കെ ഈ രീതിയിൽ സൈബറിടത്തുണ്ടാകുന്ന അക്രമങ്ങളെ, പ്രത്യേകിച്ച് കേരളത്തിൽ അതിനെതിരെ ഒരു ചെറുവിരൽ പോലും നിയമ നടപടിയോ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളോ നടപടി സ്വീകരിക്കില്ല എന്നുള്ളത് മുമ്പും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഇവിടെയും അത് തന്നെ ആവർത്തിക്കുകയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെയാണ് ഈ സൈബറിടത്ത് പരിവാർ അനുകൂലികൾ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം നടത്തുന്നത്. ഗോകുലെ, വിവരങ്ങൾ വ്യക്തമാണ്. എന്നാലും പ്രതിഷേധം ശക്തമായുടെ പോസ്റ്റർ പിൻവലിച്ചിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മലയാളത്തിൽ പറഞ്ഞാൽ നിർമ്മിത ബുദ്ധി. പക്ഷേ ഈ നിർമ്മിത ബുദ്ധിയെ പലപ്പോഴും കൃത്രിമ ബുദ്ധിയായിട്ട് പലരും പ്രയോഗിക്കാറുണ്ട്. അത്തരത്തിലൊരു അനന്ത സാധ്യതകളുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെ കൃത്രിമ ബുദ്ധിയാക്കി ചിത്രീകരിച്ച പലതരത്തിലുള്ള വ്യാജ വീഡിയോകൾ പ്രചരിപ്പിച്ച് രാജ്യത്തെ തന്നെ ഇത്തരത്തിൽ നാണം കെടുത്തുന്ന രീതിയിലേക്ക് തരം താഴ്ന്നിരിക്കുകയാണ് ഇവിടുത്തെ ചില വിഭാഗം ആൾക്കാർ എന്ന് പറയാതെ വയ്യ.